ഓക്കെ ഗേസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് മിത്തായിട്ടാണ് വന്നേക്കണത്. കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ കുറേ പേര് മിത്തൊക്കെ കമൻറ്റ് ചെയ്തു. നമുക്ക് അതൊക്കെ നോക്കി നോക്കാം. നമുക്കിനി ആദ്യത്തെ മിത്ത് നോക്കാം. ബ്രോ ആദ്യം ഒരു JCB സ്പോൺ ചെയ്യൂ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു GTR സ്പോൺ ചെയ്യൂ, എന്നിട്ട് JCB കയറുക. അന്നേരം എന്താ സംഭവിക്കുക? മാജിക് ഉണ്ടാവുമോ? എന്നിട്ടാലും നോക്കി നോക്കാം. നമുക്കപ്പോൾ ആദ്യം ഒരു JCB സ്പോൺ ചെയ്യാം. ഇനി അതിൻ്റെ മേലെ ഒരു GTR സ്പോൺ ചെയ്യുക. അതിൻ്റെ ചീറ്റ് കോഡ് 3005. അതും അങ്ങനെ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് JCBയിൽ കയറാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം എന്താണോ സംഭവിക്കുക? ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കണില്ല. ഞാൻ വേണമെങ്കിൽ ചാടി നോക്കാം. ചാടിയിട്ടും ഒന്നും സംഭവിക്കണില്ല. ഈ GTR കുറച്ച് കഴിഞ്ഞാൽ താഴ്ത്തിക്ക് വീഴും. എന്തെങ്കിലും ആവട്ടെ. നമുക്കിനി രണ്ടാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത്, ബ്രോ ഒരു ഓട്ടോറിക്ഷ സ്പോൺ ആക്കിയിട്ട് ഡ്രോൺ ഓൺ ചെയ്ത് ഓട്ടോറിക്ഷയുടെ ഹാൻഡിലിൽ നോക്കിയാൽ ഒരു കാര്യം കാണാം, പ്ലീസ് ട്രൈ. ഓക്കെ, നമുക്കപ്പോൾ ഒരു ഓട്ടോറിക്ഷ സ്പോൺ ചെയ്യാം. 8370 അതാണ് ചീറ്റ് കോഡ്. അതങ്ങനെ സ്പോൺ ആക്കിയേക്കാണ്. ഇനി നമുക്ക് ഡ്രോൺ ഓൺ ആക്കാം. എന്നിട്ട് ഓട്ടോറിക്ഷയുടെ ഹാൻഡിൽ ഉണ്ടാവില്ലേ, ആ ഹാൻഡിലിൻ്റെ അവിടേക്ക് പോവുക. അന്നേരം എന്തോ കാണാൻ പറ്റുന്ന പറയണേ. എവിടെ ഇപ്പോൾ ഹാൻഡിലുമേ എന്തുട്ടുള്ള? എനിക്കിവിടെ പ്രത്യേകിച്ച് കാണാനില്ല. ഇവിടെ പിന്നെ ഹാൻഡിലുമേ ബട്ടൺസ് ഒക്കെ കാണാണ്ട്. മറ്റേ ഹോണിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെയും ബട്ടൺസ് കാണാണ്ട്. പിന്നെ സൈഡിൽ ക്ലച്ച് പോലത്തെ എന്തോ സംഭവമുണ്ട്, ക്ലച്ചാന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ വയറും ഉണ്ട്. അത് മാത്രമല്ലോ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. നമുക്കിനി മൂന്നാമത്തെ മിത്ത് നോക്കാം. ബ്രോ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ ട്രൗസർ ഇടുമ്പോൾ ഷൂവിൻ്റെ കളർ ബ്ലാക്ക് ആയിരിക്കും, പക്ഷേ പാൻറ് ഇടുമ്പോൾ ഷൂവിൻ്റെ കളർ ഗ്രീൻ ആൻഡ് വൈറ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാ? എന്നാൽ പിന്നെ നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ആളിപ്പോൾ പാൻറ് ഇട്ടേക്കണ്. പാൻറ് ഇട്ട് കഴിഞ്ഞാൽ ഷൂവിൻ്റെ കളറ് പച്ചയെന്ന് പറയണ. ഇത് കണ്ടില്ലേ, ഷൂവിൻ്റെ കളറ് പച്ചയാണ് ഇട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ട്രൗസർ ഇടാം. ഇതേ കണ്ടില്ലേ, ട്രൗസർ ഇട്ടപ്പോൾ ഷൂവിൻ്റെ കളറ് ബ്ലാക്കാ. ഇത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് നാലാമത്തെ മിത്ത് നോക്കാം. ബ്രോ 3 സ്റ്റാർ വാണ്ടഡ് വരുത്തുക, എന്നിട്ട് ടാങ്കിൽ കയറുക. പോലീസ് ടാങ്ക് ബ്ലാസ്റ്റ് ആക്കും. ബ്ലാസ്റ്റ് ആയാലും ടാങ്ക് വർക്കാവും. ആൻഡ് ബോംബും ഇടാം. ശരി, അങ്ങനെയൊക്കെ ഉണ്ടാ? നമുക്ക് നോക്കി നോക്കണ്ട. ഓക്കെ, ഇവിടെ നമുക്ക് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അടിയിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഒരു ടാങ്ക് സ്പോൺ ചെയ്യാം, എന്നിട്ട് പെട്ടെന്ന് അതിൻ്റെ അകത്ത് കയറാം. ഇനിയിപ്പോൾ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരും. പോലീസുകാർ എന്നിട്ട് ടാങ്കുമ്പോൾ വെടിവെക്കും. അന്നേരം ഈ ടാങ്ക് പൊട്ടിത്തെറിക്കും. അപ്പോഴും നമുക്ക് ഈ ടാങ്ക് ഓടിക്കാൻ പറ്റുന്ന ആ മിത്തിൽ പറയണേ. ഇത് വർക്കാവുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല, എന്നാലും നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട്. അയാളെന്താ വെടിവെക്കാത്ത? അയാൾ വെടിവെക്കണില്ല. ഇവിടെ വേറെ പോലീസുകാരൻ വന്നു. ഇതേ മറ്റേ ആൾ ചത്തൂലോ. ഇവിടെ എന്തായി സംഭവിക്കണ്? പോലീസുകാർ വെടിവെക്കണില്ല ഏട്ടാ. അതെന്താണാവോ? ഗൈസ്, ഇത് കണ്ടില്ലേ, ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പോലീസുകാരൻ വെടിവെക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവർ വെടിവെക്കില്ല, അവർ ഫയറിങ് നിർത്തും. അതെന്താണാവോ? നമുക്കിനി അഞ്ചാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത്, ബ്രോ ആദ്യം മൂൺ ഗ്രാവിറ്റി ആക്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് ഡുക്കാട്ടി ഡേവിൽ സ്പോൺ ചെയ്യുക. ബൈക്കിൽ കയറിയിട്ട് റിവേഴ്സ് പോവുക. പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറങ്ങുക. അപ്പോൾ ഒരു മാജിക് കാണാം, പ്ലീസ് ട്രൈ. ഇതൊരു വെറൈറ്റി മിത്താന്ന് തോന്നുന്നുണ്ട്. എന്നിട്ടായാലും ട്രൈ ചെയ്യാം. ഈ മൂൺ ഗ്രാവിറ്റിയുടെ ചീറ്റ് കോഡ് എന്തായിരുന്നു? ഓർമ്മയില്ലേട്ടാ, പ്ലേ സ്റ്റോർ നോക്കേണ്ടി വരും. ഓക്കെ, മൂൺ ഗ്രാവിറ്റിയുടെ ചീറ്റ് കോഡ് 7112. ഇനി 777 അടിച്ചു കഴിഞ്ഞാൽ ഡുക്കാട്ടി ഡേവിൽ സ്പോണാവും. ഈ ബൈക്ക് വെച്ച് ചെയ്യാനാ പറഞ്ഞേ. ഇനിയിപ്പോൾ നമുക്ക് ഈ ബൈക്കിൽ കയറാം, എന്നിട്ട് റിവേഴ്സിൽ നല്ല സ്പീഡിൽ പോവാം. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുക. അന്നേരം മാജിക് സംഭവിക്കുന്ന പറയണേ. എനിക്ക് തോന്നണതേ നമ്മുടെ ക്യാരക്ടർ പറന്ന് പോകുന്ന, കാരണം നമ്മൾ മൂൺ ഗ്രാവിറ്റി ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ടായാലും നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ. ഇതെന്തുണ്ടായേ? നമ്മുടെ ആൾ എങ്ങോട്ടേക്കാ പോയേ? ആളിത് തെറിച്ച് പോയിട്ടാ. ദേ അവിടെ പടായി. ഓക്കെ,
ഇനി നമുക്കേ ആറാമത്തെ മിത്ത് നോക്കാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ആറാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത് ബ്രോ ബിഗ് പ്ലെയിന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന് നോക്കിയാൽ വേറെ പ്ലെയിന് വരും. ഓക്കെ, നമുക്കപ്പോൾ ഈ വലിയ പ്ലെയിനും ഓടിക്കാം. ഓടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരാം. അന്നേരം ഇവിടെ വേറെ പ്ലെയിന് സ്പോണാവുന്ന പറഞ്ഞ് എന്തുട്ടായാലും നോക്കി നോക്കാം. ഒന്നാമത്തെ കാര്യേ ഈ പ്ലെയിൻ ഓടിക്കാനായിട്ട് വലിയ പാടാ. വലിയ പ്ലെയിൻ ഓടിക്കാൻ ഭയങ്കര പാടാ. ചെറിയ പ്ലെയിൻ ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ കൺട്രോൾസ് ഭയങ്കര ഷോക്കാണ്. ഇത് മര്യാദയ്ക്ക് തിരിയണില്ല, സ്പീഡും ഇല്ല. ഇതെങ്ങോട്ടേക്കാണ് പോണേ? ഞാൻ ലെഫ്റ്റിലേക്കാണ് തിരിക്കണേ. ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ റൈറ്റിലേക്കാണ് പോണ്. ആ ബെസ്റ്റ്. ഈ പ്ലെയിൻ്റെ അവിടെ ക്രാഷായി. അല്ലെങ്കിലും ഈ പ്ലെയിന് ഒന്നിനും കൊള്ളില്ല. തൽക്കാലം ഇതങ്ങ് കത്തിച്ചളയാം. അതെ, പ്ലെയിനിൽ തന്നെ വരണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് സൈക്കിൾ എടുത്ത് പോയി നോക്കാം. ഇതേ കണ്ടില്ലേ, എയർപോർട്ടിൽ ഒരു പുതിയ പ്ലെയിൻ വന്നു. നമ്മൾ പിന്നെ നേരത്തെ ഒരു പ്ലെയിന് കത്തിച്ചളഞ്ഞ്. ഇവിടെ വേറെ ഒരു പുതിയ പ്ലെയിൻ സ്പോണായി. അപ്പോൾ ഈ മിത്ത് വർക്കിംഗ് തന്നെയാണ്. നമുക്കിനി ഏഴാമത്തെ മിത്ത് നോക്കാം. ബ്രോ നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിൽ പോയി സൂപ്പർ ജമ്പ് അടിക്കുക 1 to 16 എന്നിട്ട് ചാടുക. അപ്പോൾ ഒരു മാജിക് കാണാം. പ്ലീസ് ട്രൈ. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറാം. സൂപ്പർ ജമ്പ് ആക്ച്വലി 2 ചീറ്റ് കോഡ് ഉണ്ട്. അതിൽ നമ്മളോട് 1 to 16 അടിക്കാനാ പറഞ്ഞേ. ഇത് പിന്നെ അൾട്രാ സൂപ്പർ ജമ്പാ. ഒരു മിനിറ്റ്, ഇതെന്തത്? നമ്മുടെ ക്യാരക്ടർ മേലെ സ്റ്റക്കായ പോലെ. കുറച്ചേരം മേലെ പിടിച്ചു വെക്കും, എന്നിട്ട് അടിയിലേക്ക് വരും. ഓ ഇത് കൊള്ളാണ്ടാ. നമുക്കപ്പോൾ പുറത്ത് പോയിട്ട് ചാടാം. പുറത്തിറങ്ങി ചാടിയാലേ നമ്മൾ അപ്പോൾ തന്നെ അടിയിലേക്ക് വരും. ഇതേ കണ്ടില്ലേ? ഏയ് ഇതെന്തത്? നമ്മൾ കറക്റ്റ് മരത്തിൻ്റെ മേലെ ലാൻഡ് ആയല്ലോ. പക്ഷേ വീടിൻ്റെ അകത്ത് അങ്ങനെയല്ല. വീടിൻ്റെ അകത്താകുമ്പോഴേ നമ്മൾ ഒരു 2 സെക്കൻഡ് സീലിങ്ങുമ്മേ പിടിച്ചേക്കും, എന്നിട്ട് അടിയിലേക്ക് വരാ. എന്നിട്ടായാലും ഈ മിത്തും വർക്കിങ്ങാ. നമുക്കിനി എട്ടാമത്തെ മിത്ത് നോക്കാം. ഫയർ എഞ്ചിൻ കത്തിച്ചാൽ വേറെ ഒരു വെഹിക്കിളാവും. ഓക്കെ, നമുക്കിതും ട്രൈ ചെയ്യാം. നമുക്കപ്പോൾ ഒരു ഫയർ ട്രക്ക് സ്പോൺ ചെയ്യാം. 606 ചീറ്റ് കോഡ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കത്തിച്ചളയാം. അന്നേരം ഇത് വേറൊരു വണ്ടിയായിട്ട് മാറുന്നു പറയണേ. എന്നിട്ടായാലും നോക്കി നോക്കാം. എന്നാ പിടിച്ചോ. ഏയ് ഇതെന്തത്? ഇത് ഫയർ ട്രക്ക് തന്നെയാണല്ലോ. അതെ, ഇത് പഴയ മിത്തല്ലേ. പണ്ട് ഈ ഗെയിമിലെ വേറെ ഒരു ഫയർ ട്രക്ക് ഉണ്ടായിരുന്നു. അത് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു ട്രക്കിൻ്റെ ഷേപ്പിൽ വരും. ഇതിപ്പോൾ പുതിയ ഫയർ ട്രക്ക് വന്നേക്കാ. ഇതിലത് വർക്കാവില്ല ബ്രോ. അത് പഴയൊരു മിത്തായിരുന്നു. ഞാൻ പണ്ടത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഓർമ്മ വന്നേ. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി 9ാമത്തെ മിത്ത് നോക്കാം. ഫെറാറിയിലെ സൈഡിൻ്റെ ഒരു ഡോറിൻ്റെ അവിടെ ഒരു കുത്ത് കാണാം. പ്ലീസ് ട്രൈ. കുത്താ? എന്തിട്ട് കുത്ത്? ഇനിയിപ്പോൾ കീലെസ് എൻട്രി ആണോ? എന്തിട്ടായാലും നോക്കി നോക്കാം. നമുക്കപ്പോൾ ഒരു ഫെറാറി സ്പോൺ ചെയ്യാം. 8811 ചീറ്റ് കോഡ്. അതെങ്ങനെ സ്പോൺ ചെയ്തു? ഇനി കുത്ത് എവിടെയാ? ഓ ഇവിടെ ഒരു ചെറിയ കുത്ത് കാണാൻ പറ്റുണ്ടാ. ഓ ഇതായിരിക്കും ബ്രോ ഉദ്ദേശിച്ചേ. ഇനിയിപ്പോൾ നമുക്ക് അവസാനത്തെ മിത്ത് നോക്കാം. ബ്രോ സൂപ്പർമാൻ ആവൂ. ലേസർ സൈറ്റ് വെച്ച് പോലീസിനെ അറ്റാക്ക് ചെയ്യൂ. പോലീസ് മരിക്കും, പക്ഷെ സ്റ്റാർ വരില്ല. ഓക്കെ, നമുക്ക് അതും ട്രൈ ചെയ്യാം. നമുക്കപ്പോൾ ആദ്യം സൂപ്പർമാൻ ആവണം. സൂപ്പർമാൻ്റെ ചീറ്റ് കോഡ് മറ്റേ ആർജസ്റ്റ് ടൂളിലാ. PM11 അതാണ് ചീറ്റ് കോഡ്. ഇനിയിപ്പോൾ നമുക്ക് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർമാൻ ആവും. ഓക്കെ, നമ്മളങ്ങനെ സൂപ്പർമാൻ അയക്കുക. ഇനി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഇവിടെ പിന്നെ ഒരാളുണ്ടാവും. ഇയാളെങ്ങനെ നമുക്ക് ലേസർ വെച്ച് കൊല്ലാം. ആളിത്തെ പടയിട്ടാ, പക്ഷെ നമുക്ക് സ്റ്റാർ ഒന്നും വന്നില്ല. പോലീസുകാരൻ മാത്രല്ല, ഇവിടെ ഇപ്പോൾ ആരെയും കൊന്നാലും നമുക്ക് സ്റ്റാർ കിട്ടില്ല. ഇത് കണ്ടില്ലേ, അയാളെ കൊന്നു, നമുക്കപ്പോഴും സ്റ്റാർ കിട്ടിയില്ല. അപ്പോൾ ഈ മിത്തും വർക്കിങ്ങാ.
ഓക്കെ ഗേസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.